ഈ പരിപാടിയുടെ അവസാന നിമിഷം ഓടുക എന്ന് കേട്ടിട്ടില്ലേ, അതുതന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ പറഞ്ഞിരുന്ന കളേഴ്സിലെല്ലാം ഞങ്ങൾ ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നത്. 3 പേരതിലെ വൈറ്റ് കളറും ബാക്കി 2 പേര് വേറെ ഏതോ 2 ബ്രൈറ്റ് ആയിട്ടുള്ള കളർ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവസാന നിമിഷം ഓടി എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഡ്രസ്സൊക്കെ സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞ് നേരെ കല്യാണ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഞങ്ങൾ കയറിയിരുന്ന് കഴിച്ചു. കാര്യം ഞങ്ങൾക്ക് ഇതുപോലെ വേറൊരു പരിപാടിക്ക് പോയിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഫുഡ് കിട്ടാതെ. അപ്പോൾ അങ്ങനെ ഇവിടെ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യമേ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ സ്റ്റേജിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ പോയി നിന്നിട്ട് തുള്ളലായിരുന്നു. അങ്ങനെ പോകാൻ റെഡിയായിരുന്ന സമയത്താണ് ഗംഭീര മഴയെന്ന് പറഞ്ഞാൽ കാറ്റും മഴയും കൂടെ ഒന്നിച്ച് മുകളിലത്തെ തുണിയൊക്കെ പൊട്ടിയിട്ട് നല്ല വെള്ളം പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡാൻസ് വിട്ടുകൊടുത്തില്ല കേട്ടോ, നിന്ന് തുള്ളിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു 10-10:30 ആയതിനു ശേഷം മഴ തീരുന്നേയില്ല. എന്നാൽ പിന്നെ മഴ നനഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലം ചൂടൊക്കെ കൊണ്ടതല്ലേ, ഞങ്ങളെല്ലാവരും മഴയങ്ങ് നനഞ്ഞു. ഈ കുടയൊക്കെ വെറും ഭംഗിക്ക് വേണ്ടി കേട്ടോ. അന്നത്തെ ദിവസം അവളുമാർ എൻ്റെ വീട്ടിലായിരുന്നു കിടന്നിരുന്നത്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവളുമാർ വീട്ടിൽ പോകാൻ വേണ്ടി എന്നോട് അതിരാവിലെ എണീറ്റ് ബൈ ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം പോയതിന് ശേഷം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് 2 എണ്ണം കൂടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനറിയാതെ എൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്.